ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2026 മെയ് 17 ശനി രാശി മാറും. അതായത് ഞാനീ പറയുന്ന 3 രാശിക്കാരായ ആളുകളുടെ തലവര തെളിയും. നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടും ദുരിതങ്ങളുമെല്ലാം അവസാനിക്കുന്ന ദിവസമാണ് മെയ് 17. ഈ നക്ഷത്ര മാറ്റം മൂലം പലരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ചും നിങ്ങളുടെ കരിയർ, ബിസിനസ് കാര്യങ്ങളിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന ദിവസമാണ് ആരംഭിക്കുക. ദൃക് പഞ്ചാംഗമനുസരിച്ച് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷമാണ് ശനിദേവൻ മെയ് 17 രേവതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത്. രേവതി നക്ഷത്രം ഭരിക്കുന്നത് ബുധനാണ്. ജ്യോതിഷത്തിൽ ബുധനും ശനിയും സൗഹൃദപരമായി നാം കണക്കാക്കപ്പെടുന്നു. അതിനാൽ തന്നെ ശനിയുടെ ഈ വലിയ നക്ഷത്രമാറ്റം പല ആളുകളുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ചും നിങ്ങളുടെ സാമ്പത്തികവും ബിസിനസ് പരമായ കാര്യങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ പോകുന്നു. ജ്യോതിഷത്തിൽ ശനിയെ നാം പ്രവൃത്തി, അച്ചടക്കം, നീതി എന്നിവയുടെ കാരകനായാണ് കണക്കാക്കുന്നത്. അതേസമയം ബുധൻ ബുദ്ധി, ആശയവിനിമയം, ബിസിനസ് യുക്തി എന്നിവയുടെ കാരകനാണ്. ബുധൻ്റെ നക്ഷത്രത്തിൽ ശനി പ്രവേശിക്കുമ്പോൾ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഉറപ്പാണ്. അതായത് നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും. അതിനാൽ തന്നെ ശനിയുടെ ഈ നക്ഷത്ര മാറ്റം ഞാനീ പറയുന്ന 3 നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ വിജയമാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. അതായത് വേദ ജ്യോതിഷത്തിലെ 27ാമത്തെയും അവസാനത്തെയും നക്ഷത്രമാണ് രേവതി. ഇത് മീനം രാശിയുടെ അവസാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് പൂർത്തീകരണത്തിൻ്റെയും പുതിയ ഒരു തുടക്കത്തിൻ്റെയും അടയാളമായാണ് കണക്കാക്കുക. ഈ നക്ഷത്ര ജാതകരെ ഒക്ടോബർ 9 വരെ പിടിച്ചാൽ കിട്ടില്ല. അതായത് വട്ടപൂജ്യത്തിൽ നിന്നും ഇവർ സൂര്യനെ പോലെ കുതിച്ചുയരുവാൻ പോകുന്നു. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് ശനിയുടെ രേവതി നക്ഷത്ര മാറ്റം മൂലം നേട്ടങ്ങൾ കൊയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി 3/4 ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് 9ഉം 10ഉം ഭാവാധിപനായ ശനി 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. യോഗകാരകനായ ശനി 2026 മെയ് മാസം 17 രേവതി നക്ഷത്രത്തിലേക്ക് സംക്രമിക്കപ്പെടും. വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന കാലമാണ്. അതായത് നിങ്ങളുടെ തൊഴിൽ രംഗത്തുള്ള എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് കുതിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. സഹോദരങ്ങളിൽ നിന്നും വളരെയധികം സഹായങ്ങൾ ഉണ്ടാകും. ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവിധ പ്രവൃത്തികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ധനാഗമനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി നീതിപൂർവം കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ കഠിന പ്രയത്നത്താൽ തന്നെ വളരെയധികം ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകും. കഠിന അധ്വാനത്തിന് ഫലം കാണുവാനും കഴിയുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് വിദേശ പഠനം അനായാസേന സാധ്യമാകും. സാമ്പത്തികമായി വളരെയധികം സ്ഥിരത കൈവരിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ കർമ്മരംഗത്ത് വെല്ലുവിളികളെയെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ കഴിയുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ വിജയിക്കുവാനും ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കുവാനും അവ പ്രയോജനപ്പെടുത്തുവാനും കഴിയും. സന്താനങ്ങൾക്കും വളരെ വലിയ ഉയർച്ചകൾ ഉണ്ടാകും. കടബാധകൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് അവയെല്ലാം തന്നെ ദൈവാധീനത്താൽ വീട്ടി തീർക്കുവാൻ കഴിയും. രോഗശമനം ഉണ്ടാകുന്നതിനും ആരോഗ്യ കാര്യങ്ങൾ തൃപ്തി ഭവിക്കുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എല്ലാവിധ കാര്യങ്ങളിലും വന്നു ചേരും. അതുപോലെ അച്ഛനിൽ നിന്നും സഹായവും പ്രതീക്ഷിക്കാം. പൂർവ്വ പുണ്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ലഭിക്കുന്ന കാലമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന
കർക്കിടക രാശിക്കാരായി നിങ്ങൾക്ക് രാശി മാറ്റം സംഭവിക്കാതെ നക്ഷത്രം ഉണ്ടാകുന്നത് വഴി വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാം. അതായത് ശനിയുടെ ബലം വളരെയധികം വർദ്ധിക്കുന്നു. ദമ്പതിമാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയും. ആത്മീയമായ നിങ്ങളുടെ ചിന്ത വർദ്ധിക്കുകയും ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധം വർദ്ധിക്കും. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കും. അതുപോലെ വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. പ്രത്യേകിച്ചും പിതൃസ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് അവയെല്ലാം തന്നെ പരിഹരിച്ച് നിങ്ങൾക്കനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുവാൻ കഴിയും. നല്ല ധൈര്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുവാൻ കഴിയുന്നതാണ്. യാത്രകൾ വർദ്ധിക്കും. വ്യവഹാരങ്ങളിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വളരെ വലിയ വിജയം കൊയ്യുവാൻ കഴിയും. കർമ്മ മേഖലയിലും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും ധനനേട്ടമുണ്ടാകും. ശത്രുശല്യം കുറയും. അതുപോലെ കടബാധകളെല്ലാം ഒരു പരിധിവരെ തീർക്കുവാനും സഹോദരങ്ങളുടെ സഹായം വഴി വളരെയധികം മനസമാധാനം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ രോഗാദി പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുവാൻ കഴിയുന്നതാണ്. നല്ല ആരോഗ്യം പ്രദാനം ചെയ്യും. ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്വപ്നം പൂവണിയുന്ന കാലമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക രാശിക്കാരായ നിങ്ങൾക്ക് ശനി, രേവതി നക്ഷത്രത്തിലേക്ക് മാറ്റം ചെയ്യുന്നത് വഴി നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ വലിയ മാറ്റങ്ങളും സംഭവിക്കും. എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് വളരെ വലിയ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. അതായത് ചിട്ടി, ലോട്ടറി, നറുക്കെടുപ്പ് എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം പരീക്ഷിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ വിജയമുണ്ടാകും. അതുപോലെ നിയമപരമായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ കഴിയുന്ന കാലമാണ്. സാമൂഹികമായ പ്രതിബദ്ധത വർദ്ധിക്കും. പുതിയ തൊഴിൽ തേടുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം നേട്ടങ്ങൾ ഭവിക്കും. അതുപോലെ തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായാലും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ വളരെയധികം വിപുലീകരണം നടത്തിയെടുക്കുവാനും അതുവഴി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയുന്ന കാലമാണ്. അനാവശ്യമായ ധനച്ചെലവുകൾ നിയന്ത്രിക്കുവാനും ശുഭകരമായ കാര്യങ്ങൾക്കായി ധനച്ചെലവുകൾ വന്നു ചേരുവാനും ഇടയുള്ള കാലമാണ്. വിദേശ ജോലി തരപ്പെട്ട് കിട്ടും. അവയ്ക്കായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി വരുന്നതായി അനുഭവപ്പെടുന്നതാണ്. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. വൃശ്ചിക രാശിക്കാരായ ആളുകളുടെ കുടുംബത്തുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാനാകുന്നതാണ്. വിവാഹ കാര്യങ്ങൾ മുടങ്ങിക്കിടന്ന ആളുകൾക്കും അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ കാലഘട്ടം ദൈവാധീനം വർദ്ധിപ്പിച്ചെടുത്ത് മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. വീട്, ഭൂമി, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. അതുപോലെ സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനും വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഉന്നത പഠനമെന്ന സ്വപ്നം അനായാസേന സാധ്യമാകുകയും ചെയ്യും. നിങ്ങളുടെ അച്ഛനോടും അമ്മയോടുമൊപ്പം നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുന്ന കാലമാണ്. ഇനി ശനിദോഷത്തിനുള്ള പരിഹാരം പറയാം. ശനിദോഷ കാലത്ത് നമുക്ക് സാധാരണയായി
ഒരു മന്ദത ഉണ്ടായിരിക്കും. അതുപോലെ ശനി 12 വരുമ്പോൾ ശാരീരിക പീഡനങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും നമ്മുടെ ചിന്താശേഷി കുറയുന്നതാണ്. 1-ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചാൽ വാതജന്യ രോഗവും, 2-ാം ഭാവത്തിൽ സഞ്ചരിച്ചാൽ അലസതയും, 4-ാം ഭാവത്തിൽ സഞ്ചരിച്ചാൽ ദാമ്പത്യ ദുഃഖവും, 10-ാം ഭാവത്തിൽ സഞ്ചരിച്ചാൽ കർമ്മത്തിന് തടസ്സവുമാണ് ഫലം. പരിഹാര മാർഗങ്ങളെന്ന് പറയുന്നത് ശനിദോഷ കാലയളവിൽ 5 അതായത് അനുഷ്ഠിക്കണം. എന്ന് പറഞ്ഞാൽ അഭംഗ്യം, അലക്കുവസ്ത്രം, അയ്യപ്പ സേവ, അരയാൽ പ്രദക്ഷിണം, അത്താഴം മുടക്ക് എന്നിവയാണ്. ഒന്നാമത്തത് അഭംഗ്യം എന്ന് പറഞ്ഞാൽ നല്ല തേച്ചുകുളി, നല്ല എള്ളെണ്ണ ശരീരം മുഴുവനും തേച്ചു കുളിക്കുക. ശനിയുടെ ഊർജപ്രസരം ശരീരത്തിലേക്ക് ഏൽക്കുന്നതിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ സഹായിക്കും. ശനിക്ക് പ്രാധാന്യമുള്ള ദിവസമായ ശനിയാഴ്ച ദിവസങ്ങളിൽ 5 അതായത് അനുഷ്ഠിക്കണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തത് അലക്കുവസ്ത്രം. ശനിദോഷ സമയങ്ങളിൽ അതായത് ശനിയാഴ്ച ദിവസം അലക്കി ശുചിയായ വസ്ത്രങ്ങൾ ധരിക്കണം. മൂന്നാമത്തത് അയ്യപ്പ സേവയാണ്. അതായത് ഈശ്വരനായിട്ടുള്ള അയ്യപ്പനെ സേവിക്കുക. ഇതിലൊരു ശാസ്ത്രീയമായ പ്രാധാന്യമുള്ളതെന്തെന്ന് വെച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ എപ്പോഴും നീരാഞ്ജനം കത്തിക്കും. അതായത് എള്ള് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പ്രസരണം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നു. ഇത് നമുക്കുണ്ടാകുന്ന മന്ദത മാറുന്നതിന് സഹായിക്കുന്നതാണ്. നാലാമത്തത് അരയാൽ പ്രദക്ഷിണം. രാവിലെ 8:30 മുമ്പായി അരയാലിൻ്റെ ചുവട്ടിൽ വേഗത്തിൽ നടന്ന് പ്രദക്ഷിണം വയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രതികൂല ഊർജത്തെ പുറംതള്ളുകയും പ്രാണോർജം ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 9 അതുമല്ലെങ്കിൽ 11 പ്രദക്ഷിണം വയ്ക്കുക. അഞ്ചാമത്തതാണ് അത്താഴം മുടക്ക്. 3 നേരം നാം ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കുന്നതാണ് അത്താഴം മുടക്ക്. ശാരീരികമായ ആരോഗ്യ പ്രവർത്തനത്തിന് ഇത് വളരെയധികം ഗുണകരമാണ്. ഇവയൊക്കെയാണ് ശനിദോഷ സമയത്ത് മുഖ്യമായും അനുഷ്ഠിക്കേണ്ട ഫലവത്തായ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നാം ചെയ്താൽ ശനിദോഷ കാഠിന്യം വളരെയധികം കുറയ്ക്കുവാൻ സാധിക്കും. ഇത് ചെയ്യുവാൻ കഴിയാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ സ്വന്തം വീട്ടിൽ ഒരു ഇരുമ്പ് പാത്രത്തിൽ കറുത്ത എള്ള് കിഴികെട്ടി എള്ളെണ്ണ ഒഴിച്ച് തിരി കത്തിച്ച് 2-3 മിനിറ്റ് പ്രാർത്ഥിച്ചു വണങ്ങുക. ആ സമയത്തുണ്ടാകുന്ന ഊർജ പ്രസരണം ശ്വസിച്ചാൽ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. ശനിയെ പ്രാർത്ഥിക്കുക. ശനി ഒരിക്കലും ഒരു ദുഷ്ടമൂർത്തിയോ ദുഷ്ടദേവതയോ ദുരിതം തരുന്ന ആളോ അല്ല, മോക്ഷം തരുന്ന ആളാണ് ശനി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.